ടമ്മി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്റ്റൂ ആണ്. നമുക്ക് തേങ്ങാപ്പാൽ വെച്ച് ഉണ്ടാക്കാം. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ അതിലേറെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് 2 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടും 1 ഉരുളക്കിഴങ്ങ് വലുതായിട്ടും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഒന്ന് കറിയിൽ ഉടച്ച് ചേർക്കുമ്പോഴത്തേക്കും കറിക്ക് കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് കൂടാതെ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ എടുത്ത് വെക്കാം. ഇതിൽ ഇത്രയും ഞാൻ ഇടുന്നുള്ളൂ. ഇത് കൂടാതെ നിങ്ങൾക്ക് ക്യാരറ്റോ ഗ്രീൻ പീസോ വേണമെങ്കിൽ ചേർക്കാം. ഇനി കട്ടിയില്ലാത്ത തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിലോട്ട് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. അപ്പോൾ അതിൻ്റെ അളവിൽ തിൻ മിൽക്കും തിക്ക് മിൽക്കും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതൊക്കെ നല്ല മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളൊരു കുക്കറിലോട്ട് അത് ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് അതൊന്ന് തിളപ്പിക്കുക. തേങ്ങാപ്പാലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൽ അരിഞ്ഞു വെച്ച ഒരു സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാളയും ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും 3 ഉരുളക്കിഴങ്ങ് ചെറുതും വലുതുമായിട്ടൊക്കെ അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ്. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വേവിക്കുമ്പോൾ ഇതിനാവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം അടച്ച് വെച്ച് ഹൈ ഹീറ്റിൽ 2 വിസിൽ. ഇനി ഹൈ ഹീറ്റിലോട്ട് ആക്കി കൊടുക്കാം. നമുക്ക് ഇനി കുക്കർ അടച്ചു കൊടുക്കാം. അടച്ചു കൊടുത്ത ശേഷം ആവി വന്ന ശേഷം വിസിലിടുക. ആവി വന്ന ശേഷം വിസിലിട്ട് ഹൈ ഹീറ്റിൽ 2 വിസിൽ വേവിക്കും. ഇനി അത് ചൂട് മാറിയിട്ടാണ് തുറക്കേണ്ടത്. ആ സമയത്ത് നമുക്ക് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാൻ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെക്കാം. ഇനി കട്ടകളില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചൂട് മാറിയ ശേഷം കുക്കർ തുറക്കാം. ഇതിൽ ഉരുളക്കിഴങ്ങും ഉള്ളിയും ഒക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് വലിയ കഷ്ണം ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതൊന്ന് ഉടച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും. അത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓൺ ചെയ്യാം. ഒരു മീഡിയം തീയിൽ വെക്കാം. നമ്മൾ ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇതിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നീളത്തിൽ അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് 1 തണ്ട് കരിവേപ്പിലയും കൂടെ ഇടാണ്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു 5 മിനിറ്റ് മീഡിയം തീയിൽ തിളപ്പിച്ചെടുക്കാം. ടേസ്റ്റ് നോക്കിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഒന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം. അതും കൂടെ ഇട്ട ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി ഇനി ഒരു 5 മിനിറ്റും കൂടെ തിളപ്പിച്ചെടുക്കുക. കറി ഒന്ന് തിക്കായി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീ ഉണയ്ക്കാം. ഇനി ഇത് ചൂട് മാറുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ അധികം വറ്റിച്ചെടുക്കണ്ട. ചെറുതായിട്ടൊന്ന് തിക്കായി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഈ സ്റ്റൂ ഉണ്ടാക്കിയെടുക്കാം. അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂട്ടി കഴിക്കാം. എളുപ്പമാണ്. ഒരു കുക്കറിൽ തന്നെ നമുക്ക് കറി കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക് യു.